ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സാധാരണ ബെൽറ്റ് ഡ്രൈവ് മെഷീൻസ്, ഇപ്പോഴാണല്ലോ ജാക്കും ചുക്കയൊക്കെ ഡയറക്റ്റ് ഡ്രൈവ് മെഷീൻ ഇറക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ സാധാരണയുള്ള ബെൽറ്റ് ഡ്രൈവ് മെഷീൻ്റെ ഓയിൽ സീൽ എങ്ങനെ മാറാം എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ ആ ഫ്ലൈ വീൽ അഴിച്ചു കഴിഞ്ഞാൽ അത് ഈ കാണുന്ന ഇപ്പോൾ എടുത്തത് കണ്ടില്ലേ, അതാണ് ഓയിൽ സീല്. അത് ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തിയെടുക്കുക. എന്നിട്ട് പുതിയൊരു ഓയിൽ, ആ നൂല് കണ്ടോ, ആ നൂല് അവിടെ തന്നെ ചുറ്റി പിണഞ്ഞതാണ്. കാരണം ഈ ബോബിൻ വൈൻഡറിലൊക്കെ ചുറ്റുന്ന നൂലോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഹാൻഡ് വീലിൻ്റെ സൈഡിൽ കൂടെ നൂല് കയറും. നൂല് കയറിക്കഴിഞ്ഞാൽ മെഷീൻ സ്പീഡിൽ കറങ്ങുന്നത് കൊണ്ട് ഈ ഓയിൽ സീലിൻ്റെ ഉള്ളിൽ കയറി പിടിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓയിൽ ലീക്കേജ് ഉണ്ടാവും. നമുക്ക് ആ സൈഡിൽ കൂടെ, ഹാൻഡ് വീലിൻ്റെ സൈഡിൽ കൂടെ ഓയിൽ പുറത്തേക്ക് തെറിക്കും. ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഓയിൽ സീൽ അവിടെ നിന്ന് എടുക്കുക. അത് എടുത്താൽ ഓൾറെഡി ഡാമേജ് ആവും. അതിനുശേഷം പുതിയൊരു ഓയിൽ സീൽ ഇതുപോലെ വെച്ച് നല്ല ടൈറ്റാക്കി കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യും എന്നാണ് നമ്മളിത് കാണിച്ചത്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബോബിൻ വൈൻഡറിലേക്കൊക്കെ വരുന്ന നൂല് ബോബിൻ വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഒരു ഭാഗത്ത് കെട്ടി വയ്ക്കുക. അല്ലെങ്കിൽ ആ ബോബിൻ വൈൻഡറിൽ നിന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക. ത്രെഡ് സ്റ്റാൻഡിൽ തൂങ്ങിക്കിടക്കണ നൂലൊക്കെ കറക്റ്റായിട്ട്, ഒന്നുമില്ലെങ്കിൽ നൂലിൻ്റെ കോണിൽ ചുറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ബോബിൻ വൈൻഡറിലേക്ക് എടുത്തിട്ട് അതിലോട്ട് ചുറ്റി വയ്ക്കുക. ഇല്ലെങ്കിൽ ഈ ഫ്ലൈ വീല്, ഇപ്പോൾ നമ്മൾ വയ്ക്കുന്നതാണ് ഫ്ലൈ വീല്, അതിൻ്റെ സൈഡിൽ കൂടെ നൂല് ഒരു ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. നമ്മുടെ മെഷീൻ കറങ്ങുന്നത്, ഇപ്പോൾ ക്ലച്ച് മോട്ടറാണെങ്കിൽ 2860 RPM ആണ്. അപ്പോൾ റൊട്ടേഷൻ പെർ മിനിറ്റ് എന്നാണ് പറയുന്നത്. അത്രയും സ്പീഡിൽ കറങ്ങും. അപ്പോൾ ഒരു കോൺ നൂലൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഈ ഒരു പ്രശ്നം, ഓയിൽ ലീക്കേജ്, ഈ ഹാൻഡ് വീലിൻ്റെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതേ വഴിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ തയ്യൽ മെഷീൻ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. സമയം കിട്ടുന്നവരൊക്കെ എല്ലാവരും കാണുക. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു.